അല്ലാ 2-3 ദിവസത്തിന് മുമ്പ് ഭീകരമായ ഒരു അപകട ദുരന്തത്തിന്റെ വാർത്ത കേട്ട് കേരളം നടുങ്ങിയില്ലേ? വല്ലാത്ത പ്രയാസത്തിലായില്ലേ? 9 ആംബുലൻസുകൾ നിരനിരയായി പോകുന്നത് കണ്ടപ്പോൾ കരയാത്ത കണ്ണുകളുണ്ടോ? വിതുമ്പാത്ത ചുണ്ടുകളുണ്ടോ? പിടയാത്ത നെഞ്ചകങ്ങളുണ്ടോ? ഒലിക്കാത്ത കണ്ണുകളുണ്ടോ? പുലർച്ചെ 3:30 മലപ്പുറം പാറമ്മൽ LP സ്കൂളിൽ നിന്ന് അധ്യാപകര്, ജീവനക്കാര്, അവരുടെ കുടുംബമടക്കമുള്ള 13 ആളുകൾ കടന്നു പോവുകയാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടെമ്പോ ട്രാവലറിൽ കടന്നു പോവുകയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ 40 ഹെയർ പിന്ന് വളവുകളുള്ള വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് പോവുകയാണ്. ഉല്ലാസമാണ്, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. തൊട്ടു മുമ്പിലുള്ള അപകടത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അല്ലാ فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. ഒരു മൈക്രോ സെക്കൻഡ് അല്ലാഹുവിന്റെ നിശ്ചയത്തിൽ നിന്നും ഒരിക്കലും പിന്മാറുന്നതല്ല, ഒരു മാറ്റവും ഉണ്ടാകുന്നതല്ല. കടന്നുപോയ വാഹനം പട്ടാമ്പി, തൃശ്ശൂർ, ചാലക്കുടി, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം അവർ ആദ്യത്തെ സമയത്ത് ഇറങ്ങി കാണുകയാണ്. അത് ആ ഫോട്ടോയും വീഡിയോയും എടുക്കുകയാണ്. ഉച്ചയോടെ കേരളത്തിന്റെ ബോർഡറാകുന്ന സ്ഥലത്ത് നിന്ന്, മലക്കപ്പാറ എന്ന സ്ഥലത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ്. വൈകുന്നേരം 4 മണിയോടെ പൊള്ളാച്ചി വാൽപ്പാറയിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാ മരണമുഖത്തിലേക്കാണ് കടന്നു പോകുന്നതെന്ന് മനോഹാരിത, പച്ചപ്പ് കാണുമ്പോ, അവിടെയുള്ള തൈലത്തോട്ടങ്ങൾ കാണുമ്പോ, മനോഹരമായ വനങ്ങൾ കാണുമ്പോ, മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ അധ്യാപകരുടെ ഹൃദയം ഇങ്ങനെ കുളിരണിയുകയാണ്. തൊട്ടു മുമ്പിൽ അസ്രായിലാണെന്ന് ചിന്തിക്കുന്നില്ല. ഫായിസ് എന്ന ചെറുപ്പക്കാരൻ ഡ്രൈവർ, ഫായിസ് എന്ന ചെറുപ്പക്കാരൻ വാഹനം ഓടിക്കുകയാണ്. 5:15 13-ാം ഹെയർ പിന്ന് വളവിൽ നിന്ന് അതാ നിയന്ത്രണം വിട്ടുപോവുകയാണ്. നിയന്ത്രണം വിട്ട് 9-ാമത്തെ ഹെയർ പിന്നിലേക്ക് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് പതിക്കുകയാണ്. സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. കേരള ഈ അടുത്ത് കണ്ട അപകടങ്ങളിൽ ഏറ്റവും വലിയൊരു അപകടമാണ്. പടച്ചവനെ, അവർക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകണേ അല്ലാ. രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. അവരെ പഠിപ്പിച്ച മക്കൾക്കും സമാധാനവും സഹനവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, 9 മയ്യത്തുകൾ നിരത്തി വച്ചിരിക്കുന്ന ഒരു രംഗം, അത് പറയുന്നതിനും അപ്പുറത്താണ്. അത്തരത്തിലുള്ള അപകട ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും നീ കാവൽ നൽകണേ അല്ലാ. ഞങ്ങൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് അല്ലാ. ദീർഘയാത്രകൾ നടത്തുന്നവരാണ് അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ.